സഹോദരീ സഹോദരന്മാരെ, KSRTCയുടെ ആഭിമുഖ്യത്തിൽ മികച്ച നിലവാരമുള്ള ഡ്രൈവിംഗ് പരിശീലനം, അതും മിതമായ നിരക്ക് ഈടാക്കിക്കൊണ്ട് നൽകുന്നതിന് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത് നല്ല കാര്യമാണ്. ആ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതില് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, പൊതുജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന ഒന്നായിരിക്കും ഇത് എന്ന്. ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് പരിശീലന കേന്ദ്രങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ മാത്രം നടത്തുന്ന നിലയാണുണ്ടായിരുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം തന്നെ പ്രൊഫഷണൽ മാനദണ്ഡങ്ങളോടെ ഇത്തരമൊരു പരിശീലനം നൽകുന്നതിനുള്ള കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളുടെ രീതിയാണ് KSRTC സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചാണ് പരിശീലനം നൽകുക. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ഗ്രൗണ്ടുകൾ ഇതിനായി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. KSRTC ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരെയാണ് ഈ സ്കൂളുകളിൽ പരിശീലകരായി നിയോഗിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് വനിതാ പരിശീലകരും ഉണ്ടാകും. ഇവിടെ ഒരു പ്രത്യേകത, കേവലം പ്രാക്ടിക്കൽ ക്ലാസുകൾ മാത്രമല്ല, വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്ന തിയറി ക്ലാസുകളും ഇതോടൊപ്പം ഉണ്ടാകും. ഹെവി വാഹന പരിശീലനത്തിനൊഴികെ മറ്റെല്ലാ പരിശീലനങ്ങൾക്കും പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കായിരിക്കും ഇവിടെ പരിശീലന ഫീസ് എന്ന നിലക്ക് ഈടാക്കുക. ഹെവി വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിന് 9,000 രൂപയും ഇരുചക്ര വാഹന പരിശീലനത്തിന് 3,500 രൂപയുമാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിലും ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യ നിരക്കിലും പരിശീലനം നൽകുന്നതാണ്. ഇത് സംബന്ധിച്ച പദ്ധതി സമർപ്പിക്കാൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ ഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിവർഷം 8 ലക്ഷത്തോളം ചെറുതും വലുതുമായ വാഹനങ്ങളാണ് പുതുതായി നമ്മുടെ നിരത്തിലിറങ്ങുന്നത്. പൊതുനിരത്തുകളിലെ വാഹന ബാഹുല്യവും സുരക്ഷിതമല്ലാത്ത ഡ്രൈവിംഗുമാണ് റോഡ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുക. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. വിലപ്പെട്ട ഒരു ജീവൻ പോലും നമ്മുടെ അശ്രദ്ധ മൂലം നഷ്ടപ്പെടരുത്. നല്ല അച്ചടക്കത്തോടും പരസ്പര ബഹുമാനത്തോടും കൂടി വാഹനം ഓടിക്കുക എന്നത് പ്രധാനമാണ്. അത്ര തന്നെ പ്രധാനമാണ് നമ്മുടെ റോഡിൻ്റെ
പരിതസ്ഥിതികൾക്ക് അനുസൃതമായി സുരക്ഷയോടെ വാഹനം ഓടിക്കുക എന്നത്. ഇത് പഠിപ്പിക്കാൻ കഴിയുന്നത് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾക്കാണ്. പലപ്പോഴും അവിടങ്ങളിൽ നിന്നും ഇതുണ്ടാകുന്നില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. പരിശീലനത്തിനായി ചേരുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നത് മാത്രമല്ല ഡ്രൈവിംഗ് പരിശീലന സ്ഥാപനങ്ങളുടെ ചുമതല. സംസ്കാര സമ്പന്നമായ നമ്മുടെ സമൂഹത്തിന് ചേർന്ന നിലയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണം നൽകുക എന്നതും അവയുടെ ചുമതലയാണ്. ഈ ചുമതലയെ അതർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ ഏറ്റെടുക്കാൻ KSRTC ഡ്രൈവിംഗ് സ്കൂളിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. കാലാകാലങ്ങളായി നടത്തിവരുന്ന ഡ്രൈവിംഗ് പരിശീലനത്തിലെയും പരീക്ഷകളിലെയും ന്യൂനതകൾ പരിഹരിക്കാനാണ് നിലവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായത്തിൽ റോഡ് സുരക്ഷ മുൻനിർത്തിയുള്ള ചില പരിഷ്കാരങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയത്. റോഡ് സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്തതുകൊണ്ടും ഓടിക്കുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടും ഒരു ജീവൻ പോലും നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെടാൻ ഇടവരരുത്. അതുകൊണ്ടാണ് നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാഹനങ്ങൾ ഓടിക്കുന്നതിന് കൃത്യമായ പരിശീലനം കൂടി നൽകിക്കൊണ്ട് കേരളത്തെ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ രാജ്യത്തിനാകെ മാതൃകയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യക്ഷമത അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിനും സുതാര്യമാക്കുന്നതിനും ഈ പുതിയ പരിശീലന പദ്ധതി സഹായിക്കണം. നല്ല ഡ്രൈവിംഗ് സംസ്കാരമുള്ള, പരസ്പര ബഹുമാനമുള്ള, അച്ചടക്കവും പ്രാപ്തിയുമുള്ള ഡ്രൈവർമാരെ സൃഷ്ടിക്കാൻ KSRTC ഡ്രൈവിംഗ് സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.